ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ 2 സ്പീഡ് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പീഡിനുള്ളിലുള്ള വേർഡ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ. ഡെപ്യൂട്ടി സ്പീക്കർ സർ, ഡി സർക്ലസ് പി സർക്ലസ് റേ. ഇത്ര മതി. ഡെപ്യൂട്ടി സ്പീക്കർ സർ ഇത്ര എഴുതിയാൽ മതി. ഫ്യൂ വേർഡ്സ് എഫ് വേഹാവ്ഡ് സർക്ലസ്. വേർഡ്സിന് വേണ്ടി വേഹാവ്ഡ് സർക്ലസ് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ബാക്ക് വേർഡ്സ്. അതേസമയം ടു വേർഡ്സ് എന്ന് പറയുന്നത് ഗ്രാമലോഗാണ്. കണ്ടോ? ഇനി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ബേ ജെ ഹാവ്ഡ്. സോ ഒബ്ജക്റ്റ് എഴുതുമ്പോൾ ബേ ബി ജെ മതി കേട്ടോ. അത് കോൺട്രാക്ഷനാണ്. ഇത് സബ്ജക്റ്റ് ആകുമ്പോഴോ ഗ്രാമലോഗായി. സർക്ലസ് ബി ഓൺ ദി ലൈൻ എഴുതിയാൽ സബ്ജക്റ്റായി. ഇനി കോൺട്രിബ്യൂഷൻ, കണ്ടോട്ടർ ടെർ ബി ഷൺഹുക്ക്. കോൺട്രിബ്യൂഷൻ. ഓക്കെ. അറ്റൈൻമെൻറ്റ് കോൺട്രാക്ഷനാണ്. ജനറൽ കോൺട്രാക്ഷനിലുള്ളതാണ്. ടി എം ഹൗഡൻ ഹുക്ക് അബൌവ് ദി ലൈൻ. പ്രൊഡക്ഷൻ പെർ ഡി ഷൺഹുക്ക്, അതും കോൺട്രാക്ഷനാണ്. പ്രൊഡക്റ്റീവ്, അപ്പോൾ അവിടെ പെർ ഡി വി ഹുക്ക് എഴുതിയാൽ മതി. പിന്നെ പ്രൊഡക്റ്റ് എഴുതുമ്പോഴോ പെർ ഡി കെ ഹൗഡ് എഴുതണം. ഇക്കണോമിക് കെ എൻ ഹുക്ക് എം കെ. ഇക്കണോമിക്. അതേപോലെ തന്നെ അത് അഡ്വാൻസ്ഡ് ഔട്ട്ലൈനായിട്ട് കെ എൻ ഹുക്ക് കെ എഴുതിയാലും ഇക്കണോമിക് എന്ന് വായിക്കാം. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതിയാൽ വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. സ്പീഡ് എഴുതുമ്പോൾ കെ എൻ ഹുക്ക് കെ, ഇത് ഇക്കണോമി. കെ എൻ ഹുക്ക് എം. ഇൻഡെക്സ് എൻഹാവ്ഡ് തിക്കൻഡ് കെ സർക്ലസ്. അവയർ വേ റേ എബവ് ദി ലൈൻ എഴുതി അവയർ. ഓക്കെ. വേറാണെങ്കിലോ വെയർ, എപ്പോഴും വെയർ ഇങ്ങനെയല്ല എഴുതുന്നത്, അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വേറെ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ദേ വെയർ എന്നൊക്കെയാണ്. ഇത്ത് വേറെ ഒക്കെ എഴുതാം ഇങ്ങനെ. വെയർ WHER വെയർ ആണെങ്കിൽ ലാർജ് ഹുക്ക് വേറെ എഴുതണം. നോക്കൂ. സക്സസ്ഫുൾ എഴുതുന്ന സർക്ലസ് കെ, സർക്കിൾ എഫ് ഡൗൺവേർഡ്. സക്സസ്ഫുള്ളി ആകുമ്പോൾ അത് അപ്വേർഡിലാകും. എല്ലിനെ ഫോളോ ചെയ്ത് വൗവൽ വന്നാൽ അപ്വേർഡിൽ എഴുതണമെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ വൗവലിൻ്റെ ആവശ്യമില്ല. സർക്ലസ് കെ സർക്കിൾ എഫ് അപ്വേർഡിൽ. ടൈഡ് ടിയും ഡിയും കേട്ടോ. ടൈഡ് ടി ഡി. അടുത്തത് ഓണറബിൾ മെമ്പർ നെർബർ. ഓണറബിൾ മെമ്പർ. ഓണറബിൾ മെമ്പേഴ്സ് ആണെങ്കിൽ സർക്ലസ് കൂടി ചേർക്കണം. പിന്നെ ഫൗണ്ടേഷൻ എഫ് ഹാവ്ഡ് എൻ ഹുക്ക് അപ്വേർഡ് ഷൻ ഹുക്ക്. ഫൗണ്ടേഷൻ. ഇത് ഫുഡ് പ്രൊഡക്ഷൻ. നോക്കിയാൽ ഫുഡ് എഴുതിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് പെർ ഷൻ ഹുക്ക് എഴുതിയാൽ പ്രൊഡക്ഷൻ എന്ന് വായിക്കണം. അപ്പോൾ ഇത് ഒരു അഡ്വാൻസ്ഡ് ഔട്ട്ലൈനാണ്. സ്പീഡ് എഴുതുമ്പോൾ എളുപ്പം എഴുതാൻ വേണ്ടി. ഡ്രൗട്ട് ഡെർ ഹാവ്ഡ് ഔട്ട്ഡിഫ്തോ. അഡ്വേഴ്സിറ്റി ഡി വെർ സർക്ലസ് എല്ല്. അഡ്വേഴ്സിലി ആണ് കേട്ടോ, സിറ്റി അല്ല സിലി. അഡ്വേഴ്സിലി കേട്ടോ. ഇനി വിഗറസ് വി ഗർ സർക്ലസ് വിഗറസ്. എഫേർട്സ് ഫെർ ഹാവ്ഡ് സർക്ലസ് ലെഫ്റ്റ് ഫെറേ എഴുതാവുള്ളൂ. ഹാൻഡിലൂം, ഹാൻഡിന് വേണ്ടി എൻഹാവ്ഡ് തിക്കൻഡ് എഴുതുന്നില്ല, അതുകൊണ്ട് ഹാൻഡ് എഴുതിയിട്ട് എല്ലു എം എഴുതിയാൽ ഹാൻഡ്ലൂം എഴുതി. ഇൻഡസ്ട്രീസ് എൻ ഡി സർക്ലസ് ടെർ സർക്ലസ് ആണ്. അഡ്വാൻസ്ഡ് ഔട്ട്ലൈൻ സ്പീഡ് എഴുതുമ്പം ഇൻഡസ്ട്രീസ് എന്ന് എൻ ഡബിൾഡ് സർക്ലസ് വരയ്ക്ക് താഴെ എഴുതിയ. അങ്ങനെ വേറെ വേർഡ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇൻഡസ്ട്രീസ് എന്ന് തന്നെ വായിക്കും. ഇതിപ്പോൾ ഇൻഡസ്ട്രിയിലാണ്, അതിന് എല്ലു കൂടി ചേർക്കുക. ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിൽ സർക്ലസ് ബാക്ക്വേർഡ് ഷൻ ഹുക്ക് കൊടുത്താൽ മതി. ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റീൽ ഉപ്പ് കൂടി കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇൻഡസ്ട്രീസ് എന്ന് ഇങ്ങനെ എഴുതുന്നതിൽ. ഗ്രേറ്റർ ഗർഹാവ്ഡ് റേ. ഗർഹാവ്ഡ് റേ. ഹാർഡ് ഷിപ്സ്. ഹാർഡ് ടിക്കറ്റ് ഡൗൺവേർഡ് ആർ ഹാവ്ഡ് തിക്കൻഡ് അല്ലേ. അതിൻ്റെ കൂടി ഷിപ്പിന് വേണ്ടി ഇഷ് ഡിസ്ജോയിൻ്റ് ചെയ്തിരുന്നു. ഷിപ്സ് എന്നുള്ളതുകൊണ്ട് സർക്ലസ് കൂടി ചേർത്ത്. സിമ്പതി സർക്ലസ് ഇമ്പ് ഇത്ത്. സർക്ലസ് ഇമ്പ് ഇത്താണ്, ഡാർക്കാണിത്. സിമ്പതി. അടുത്ത് കോൺസെൻട്രേറ്റ്. കോൺസെൻട്രേറ്റ് കണ്ടോട്ട് സർക്ലസ് എൻ ടെർഹാവ്ഡ്. കോൺസെൻട്രേറ്റ്.
സെൻട്രേറ്റ് കണ്ടോ, കോൺസെൻട്രേറ്റ്. നോക്കിക്കേ അടുത്തത് ഈക്വൽ അറ്റൻഷൻ. ഈക്വൽ എഴുതുന്ന ഗ്രാമലോഗല്ലേ, കൾ ഓൺ ദി ലൈൻ, അതിൻ്റെ കൂടെ ടി ഇൻ്റർസെക്റ്റ് ചെയ്താൽ അറ്റൻഷൻ കിട്ടും അല്ലേ. സ്പെഷ്യൽ അറ്റൻഷൻ, അതൊക്കെ ഓർമ്മയില്ലേ, അറ്റൻഷന് വേണ്ടി ടീയെ ഇൻ്റർസെക്റ്റ് ചെയ്യുക, അപ്പോൾ ഈക്വൽ അറ്റൻഷൻ. അവൈലബിലിറ്റി, അരിറ്റി എഡിറ്റി ഒരിറ്റിക്ക് വേണ്ടിയൊക്കെ ഡിസ്ജോയിൻ്റ്, അതിനെ പ്രിസീഡ് ചെയ്തിരിക്കുന്ന സ്ട്രോക്ക് ഡിസ്ജോയിൻ്റ് എഴുതാമെന്ന് സഫിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് അവൈലബിലിറ്റിയിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവൈൽ എഴുതിയിട്ട് ഈ ബി വാല്യൂ എഴുതിയിട്ട് അബിലിറ്റി എന്ന് വരുമ്പോൾ ആ ഇലിറ്റിക്ക് മുന്നേ വരുന്ന ബി ആണ്. അപ്പോൾ ആ ബിയെ ഡിസ്ജോയിൻ്റ് ചെയ്തിരിക്കുന്നു. റോ മെറ്റീരിയൽസ്, റോ ഇൻ്റർസെക്റ്റ് ചെയ്ത് എം ഡബിൾഡ് എൽ സർക്ലസ് മെറ്റീരിയൽസ്. അഗ്രികൾച്ചറൽ, നോക്കിക്കേ അഗ്രികൾച്ചറൽ, കെള്ള ടെറ് എല്ലാണ്, അത് എളുപ്പം എഴുതാൻ വേണ്ടി ഗൾ ഡബിൾഡ് കണ്ട. അഗ്രികൾച്ചർ, ഇത് അഗ്രികൾച്ചറൽ. രണ്ടും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ കൾച്ചറൽ, കെൾ ടി റേ ഡൗൺ വേഡൽ, കൾച്ചറൽ. മൺസൂൺ, എം എൻ സർക്ലസ് എൻ സർക്ലസ്, മൺസൂൺസ്. ഇൻസ്പൈറ്റ് ഓഫ് എഴുതുന്നത് എൻ സർക്ലസ് പി ഹൗഡ് വി ഹുക്കാണ്, ഇൻസ്പൈറ്റ് ഓഫ്. എൻ സർക്ലസ് പി വി ഹുക്കാണെങ്കിൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് എന്ന് വരും കേട്ടോ. എൻ സർക്ലസ് പി ഹൗഡ് വി ഹുക്കർ ഇൻസ്പൈറ്റ് ഓഫ്. ഷിഫ്റ്റ്, അപ്വേർഡിഷ് എഫ് ഹൗഡ്, ഷിഫ്റ്റ്. കൺവെൻഷണൽ, കണ്ടോട്ട് വി എൻ ഷൻ ഹുക്ക് അപ്വേർഡൽ, കൺവെൻഷണൽ കണ്ടോ, കൺവെൻഷണൽ. അടുത്തത് കണ്ടിന്യൂവസ്, കണ്ടോട്ട് ടി എൻ സ്ട്രോക്കസ്, കണ്ടിന്യൂവസ്. നോക്കൂ ജനറേഷൻ, നമ്മൾ ജനറൽ എഴുതുന്ന ജെ എൻ ഹുക്ക് ഗ്രാമലോഗാണ്, എന്നാൽ ജനറേഷൻ എഴുതുമ്പോൾ ജെ നെർ ഷൻ ഹുക്ക്. ജനറലും ജനറലിയും വരുമ്പോൾ ജെ എൻ ഹുക്ക് എഴുതാൻ മതി കേട്ടോ. കൺഗ്രാജുലേറ്റ്, കണ്ടോട്ട് ഗർഹൗഡ് എൽഹൗഡ്, കൺഗ്രാജുലേറ്റ്. അതോ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഒരു യു ഡിഫ്തവും കൂടി കൊടുക്കുക, കൺഗ്രാജുലേറ്റ്. അടുത്ത റിസോഴ്സസ്, റേ സർക്ലസ് റേ സർക്കിൾ, റിസോഴ്സസ്, റിസോഴ്സസ്. ഇലക്ട്രിക് കോൺട്രാക്ഷനാണ്, ഡൗൺവേഡൽ കെ, ഇലക്ട്രിസിറ്റി എൽ കെ സർക്ലസ് ടി, ഇലക്ട്രിക്കൽ ഡൗൺവേഡൽ കെ കല്ല്. ഇത്രയൊക്കെ ഇച്ചിരി ടഫായിട്ടുള്ള വേർഡ്സ് ഇതൊക്കെയാണ്. ഇത് ഞാൻ സ്പീഡ് വായിക്കാം. അപ്പോൾ ഈ വേർഡ്സൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ സ്പീഡ് എഴുതാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. റെഡി? Mr. Deputy Speaker, Sir, I thank you very much for giving me this opportunity to say a few words on the budget that has been presented. I shall be failing in my duty if I do not mention here the valuable contribution made by the sons and daughters of India for the attainment of this new status. Sir, the first subject that I would like to touch upon is the cost of living index, which is showing no signs of going down unless it is brought down by increasing food production. I do not think that the economic crisis that is facing the country can be successfully tied over. Honorable members were well aware that in the field of long-term foundation for food production, we have made great progress.
It is true that nature has been most unkind in recent years, and drought has adversely affected the progress in food production. I want to stress that it is high time that we should make vigorous efforts to speed up production in every way possible. The handloom industries are receiving greater attention and sympathy at the hands of the government, as the handloom industry is facing hardships. I want that the government should concentrate more on this. Honorable members will agree with me that the handloom weavers who are working hard must get equal attention at the hands of government in the matter of supply of materials and education of their children. I would like to say that industrialization is closely connected with the power supply and availability of raw materials. I am of the view that power is the backbone for industrial and agricultural progress. The state government have been laying great emphasis on power development. In spite of great difficulties, the government have been carrying out progressive and welfare schemes in the power sector. But I am sorry to say that in spite of increasing in power availability, it has not been possible to meet the entire requirement. I think it is because of rapid increase in demand as well as continuous failure of monsoons. I want to urge upon the government that there is need to shift from conventional electric power generation to the solar power generation. With these few words, I generally welcome all the schemes in this budget, and I congratulate the government on having produced a good budget within the limited resources available. Thank you.